Hi friends, ഷോർട്ട് സ്വിംഗ് ട്രേഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഷോർട്ട് സ്വിംഗ് ട്രേഡ് എന്ന് വെച്ചാൽ സെയിം ക്വാർട്ടറിൽ എൻട്രിയും സെയിം കൂട്ടത്തിൽ തന്നെ എക്സിറ്റും ബേസ്ഡ് ഓൺ റിസൾട്ടിൻ്റെ ബേസിലുള്ള എൻട്രി എക്സിറ്റാണ് പ്ലാൻ ചെയ്യുന്നത്. ചെറിയ ദിവസങ്ങൾക്കുള്ളിൽ നമുക്ക് മാക്സിമം എന്ത് പ്രോഫിറ്റ് നമുക്ക് ചെയ്യാൻ പറ്റുമോ ആ പ്രോഫിറ്റിൻ്റെ ബേസിലാണ് നമ്മൾ ഷോർട്ട് സ്വിംഗ് ട്രേഡിന് നമ്മൾ കയറുന്നതും ഇറങ്ങുകയും ചെയ്യുന്നത്. സോ ഈ ഒരു കൺസെപ്റ്റിൻ്റെ പുറത്തുള്ള എൻ്റെ 28 ഡേയ്സ് ഓഫ് മെൻറ്റർഷിപ്പ് ബൈ മെയ് 2nd വീക്ക് സ്റ്റാർട്ട് ചെയ്യുവാണ്. ബേസിക്കലി ഇതിൻ്റെ അകത്തുള്ള കാര്യം 28 ഡേയ്സിൽ നമ്മൾ ആഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തെല്ലാണെന്ന് വെച്ചാൽ ആദ്യത്തെ 6 ദിവസം സ്ട്രോങ് ആൻഡ് ഡീപ്പ് ഫണ്ട് അനാലിസിസ്, ദാറ്റ് മീൻസ് മൾട്ടി ബാഗർ പിക്ക്, എങ്ങനെയാണ് ഇമ്പാക്ട്ഫുൾ റിസൾട്ട് നമ്മൾ അനലൈസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഫണ്ടയിലെ കുറച്ച് സീക്രറ്റ്സ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ക്വാർട്ടർ റിസൾട്ട് നമ്മൾ കമ്പയർ ചെയ്ത് അനലൈസ് ചെയ്യുന്നത്, ക്രെഡിറ്റ് റിപ്പോർട്ട്സ്, മ്യൂച്വൽ ഫണ്ട്സ് ഹോൾഡിംഗ്, കുറേ കാര്യങ്ങൾ നമുക്ക് അനലൈസ് ചെയ്യാനുണ്ട്. അതിനുശേഷമുള്ള ബാക്കിയുള്ള 22 ഡേയ്സ് എന്ന് പറയുന്നത് ബിഹേവിയർ പാറ്റേണും ടെക്നിക്കൽ അനാലിസുമാണ് നമ്മൾ പഠിക്കുന്നത്. ബേസിക്കലി നമ്മൾ പ്രൈസ് ആക്ഷൻ ട്രേഡ് ആണ്, പ്രൈസ് ആക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള സീക്രറ്റ്സും അതിൻ്റെ സിഗ്നിഫിക്കൻസുമാണ് നമ്മൾ ബേസിക്കലി ഫോക്കസ്ഡ് ആയിട്ടുള്ളത്. ഒബ്സർവേഷനാണ് നമ്മൾ ബേസിക്കലി നമ്മുടെ മീഡിയം. ഒബ്സർവേഷനിൽ നിന്ന് നമ്മൾ ഇൻഫറൻസിലേക്ക് മാറും. അതിനുവേണ്ടിയുള്ള കാര്യങ്ങളാണ് നമ്മൾ 28 ഡേയ്സ് ഓഫ് മെൻറ്റർഷിപ്പ് നമ്മൾ പഠിക്കുന്നത്. സോ ഈ വരുന്ന മെയ് മാസം 2nd വീക്കിലാണ് നമ്മുടെ നെക്സ്റ്റ് 28 ഡേയ്സ് ഓഫ് സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ prosip23@gmail.com നിങ്ങൾ മെയിൽ ചെയ്താൽ ഞാൻ തീർച്ചയായും നിങ്ങൾക്ക് ഡീറ്റെയിൽ അയച്ചു തരുന്നതായിരിക്കും. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഹായ് ഫ്രണ്ട്സ്, പിബിൾസ് എന്ന് പറയുന്ന ഈ ഒരു പർട്ടിക്കുലർ കാറ്റഗറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്കറിയാമല്ലോ, ഞാനൊരു സെബി രജിസ്റ്റർഡ് റിസർച്ച് അനലിസ്റ്റാണ്. എനിക്ക് എൻ്റെ ആയിട്ടുള്ള ലീഗൽ ഫ്രെയിംസ്, ലീഗൽ റൈറ്റ്സ് ഉണ്ട്. സോ ഞാൻ ഒരു Q&A സെഷൻ പ്ലാൻ ചെയ്യുവാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ പ്രയോജനം വരുവാണെങ്കിൽ ദാറ്റ്സ് വെൽ ആൻഡ് ഗുഡ് ഫോർ മീ ആക്ച്വലി. സോ ഫസ്റ്റ് Q&A സെഷൻ എന്ന് പറയുന്നത് നമുക്ക് ഈ വരുന്ന 14th, ദാറ്റ് മീൻസ് 14th സൺഡേ ആണ്. സൺഡേ നൈറ്റ് 9 o'clock നമുക്ക് പ്ലാൻ ചെയ്യാം. Q&A സെഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് എന്നോട് എന്ത് ചോദ്യം വേണം ചോദിക്കാം. സെബി രജിസ്റ്റർഡ് റിസർച്ച് അനലിസ്റ്റ് എന്ന് പറയുന്ന അതിൻ്റെ ഒരു ലീഗൽ ഫ്രെയിം വർക്കിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള ആൻസേഴ്സ് ആയിരിക്കും എനിക്ക് നിങ്ങളോട് പറയാൻ സാധിക്കുന്നത്. സോ താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ സൂം ലിങ്ക് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് തീർച്ചയായും പങ്കെടുക്കാം. ഇതൊരു നോളജ് ഷെയറിംഗ് സെഷനായിട്ട് കൂട്ടിയാൽ മതി. നമുക്ക് നമ്മുടെ നോളജ് എൻഹാൻസ് ചെയ്യണം. നമ്മൾ ഒരേ ലെവലിൽ നിന്നിട്ട് കാര്യമില്ല. നമ്മുടെ നോളജ് പതുക്കെ കൂട്ടി പോയാൽ മാത്രമേ നമുക്ക് ഈ ഒരു മാർക്കിൽ ഏത് മാർക്കിൽ നമുക്ക് ഫ്ലോട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യം എടുത്തു പറയുന്നു. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യാം. നിങ്ങൾക്ക് ആ സമയത്ത് ലൈവായിട്ട് എന്നോട് ചോദിക്കാം. ഞാൻ അതിനുള്ള ആൻസർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. സോ ഈ മാസം 14th തീയതി രാത്രി 9 മണിക്കാണ്. സോ ലിങ്ക് ഓൾറെഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായും ഐ ഇൻവൈറ്റ് യു ടു പാർട്ടിസിപ്പേറ്റ്. ഹായ് ഫ്രണ്ട്സ്, ഇത്തവണ Q4 റിസൾട്ട് അടുത്ത ആഴ്ച തുടങ്ങിയാണ്. Q4 റിസൾട്ട് മാത്രമല്ല, അത് ആനുവൽ റിസൾട്ടും കൂടെയാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ആകാംക്ഷയുടെ കാത്തിരിക്കുന്ന ഒരു സെക്ടറാണ് ഗോൾഡ് ട്രേഡ് എന്ന കമ്പനികളുടെ റിസൾട്ട്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം, ഗോൾഡ് ട്രേഡ് ചെയ്യുന്ന കമ്പനികളുടെ ഗോൾഡ് കയറുന്ന സമയത്തുള്ള പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഇരിക്കുന്ന ഇൻവെൻട്രിക്ക് ആ ഗോൾഡിൻ്റെ പ്രൈസ്, ഇൻ്റർനാഷണൽ പ്രൈസിലുള്ള കയറ്റം ഇൻവെൻട്രിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടും. അത് കമ്പനികളെ സംബന്ധിച്ച് അഡീഷണൽ പ്രോഫിറ്റ്സ് ആണ്. സാധാരണ കമ്പനികൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ പ്രോഫിറ്റ്സ് ആ ഗോൾഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ കയറുന്ന സമയത്തൊക്കെ കമ്പനി വലിയ സ്കീംസും ഓഫർ ഇടും. കാര്യം അത്രയും കൂടെ ആൾക്കാർ ഇവരുടെ കടകളിൽ കയറിയിട്ട് വേണം അവിടുന്ന് മാക്സിമം അവരുടെ കയ്യിലിരിക്കുന്ന ഗോൾഡ് വിറ്റ് പോകാനായിട്ട്. കാര്യം ഗോൾഡ് പ്രൈസ് കൂടുകയും ചെയ്യുന്നു, കച്ചവടം നടക്കുകയും ചെയ്യുന്നില്ലാത്തൊരവസ്ഥ വന്നാൽ അതിൻ്റെ ബെനിഫിറ്റ് ഇവർക്ക് എടുക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ 3 പ്രധാനപ്പെട്ട കമ്പനികൾ നമ്മുടെ ഫോക്കസിലുണ്ട്. സോ ഗോൾഡ് ട്രേഡ് ചെയ്യുന്ന കമ്പനീസൊക്കെ നിങ്ങൾക്ക് ഒന്ന് ഒബ്സർവ് ചെയ്യാം, ഒന്ന് പഠിക്കാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ആ കമ്പനികളുടെ റിസൾട്ടിനെ കഴിഞ്ഞ 1 മാസം കൊണ്ട് എന്തുമാത്രം ആ സ്റ്റോക്കുകൾ കയറി വരാൻ പോകുന്ന റിസൾട്ട് എങ്ങനെ ആയിരിക്കും, ആ കമ്പനികളുടെ റിസൾട്ടിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ ഒബ്സർവ് ചെയ്ത് പഠിച്ചാൽ അതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് നിങ്ങൾക്ക് തീർച്ചയായും കിട്ടാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത് നമ്മുടെ ഹെഡിങ് എന്താ, ഫ്ലെക്സി സ്റ്റാഫിംഗ് ഈ കമ്പനിക്ക് ഗുണം ചെയ്യുമോ എന്നുള്ളതാണ്. എന്താണ് ഫ്ലെക്സി സ്റ്റാഫിംഗ്? വലിയ ഡെവലപ്പ് കൺട്രീസിൽ ബേസിക്കലി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സ്റ്റാഫ്സിനാണ് അവർ വിൽക്കുന്നത്. അവർക്ക് ഈ കോൺട്രാക്ട് സ്റ്റാഫ്സാണ് കൂടുതലായിട്ടുള്ളത്. അത് സ്കിൽഡ് ലേബേഴ്സിനെ വേണമെങ്കിൽ സ്കിൽഡ് ലേബർ കിട്ടും, അല്ലാത്തവരാണോ അല്ലാത്തവർ കിട്ടും. ഡെവലപ്പ് കൺട്രീസിലൊന്നും നമ്മുടെ നാട്ടിൽ ഞങ്ങൾക്ക് പെൻഷനോ കാര്യങ്ങളോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളല്ലുള്ളത്. എല്ലാം കോൺട്രാക്ട് സ്റ്റാഫ്സാണ്. കോൺട്രാക്ട് ലെവലിലാണ് നല്ല ശതമാനം ആൾക്കാരും വർക്ക് ചെയ്യുന്നത്. അതേ സിസ്റ്റമാണ് നമ്മുടെ നാട്ടിലും ഇപ്പം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആസ് ഫർ ASI മീൻസ് ആനുവൽ സർവേ ഓഫ് ഇൻഡസ്ട്രീസ് വെച്ച് പെർസെൻറ്റേജ് ഓഫ് കോൺട്രാക്ട് ലേബർ പ്രത്യേകിച്ച് മാനുഫാക്ചറിംഗിൽ ഭയങ്കരമായിട്ട് എസ്കലേറ്റ് ചെയ്തു വരുന്ന ഒരു സമയത്തിലാണ് ഉള്ളത്. പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഗ്രോത്ത് PMI മാനുഫാക്ചറിംഗിലെ ഗ്രോത്ത് ഭയങ്കരമായിട്ട് കൂടി വരുന്ന ടൈമാണ്. കൂടുതൽ ലേബേഴ്സിൻ്റെ നീഡ് കൂടുതലായിട്ട് വരുന്നുണ്ട്. അപ്പം ഇതെല്ലാം സപ്ലൈ ചെയ്യാൻ പറ്റുന്ന കമ്പനീസിൻ്റെ ഡിമാൻഡ് എപ്പോഴും കൂടാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അടുത്ത 5 years കൊണ്ട് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്, ഫ്ലെക്സി സ്റ്റാഫിംഗ് ടാർഗറ്റ് ചെയ്യുന്നത് 10 മില്യൺ തൊഴിലവസരങ്ങളാണ്. ശരിക്കും ഇപ്പോൾ ഉള്ളത് 5 to 5.5 മില്യൺ തൊഴിലവസരങ്ങളാണ്. ഓൾമോസ്റ്റ് എന്താ പറയണ്ടേ, ഡബിൾ ആവുകയാണ് അടുത്ത 5 കൊല്ലം കൊണ്ടുള്ള എക്സ്പെക്റ്റേഷൻ. ഇപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന വളരെ മെയിൻ കമ്പനിയാണ് ടീം ലീസ് എന്ന് പറയുന്ന കമ്പനി.
ഈ കമ്പനി എന്തുകൊണ്ട് ഈ ഒരു സെഗ്മെൻറ്റിൽ അവർ മാർക്കറ്റ് ലീഡേഴ്സ് ആയെന്ന് വെച്ചാൽ അവരുടെ വാസ്റ്റ് എക്സ്പെർട്ടൈസും അവരുടെ ഹ്യൂജ് ഇൻവെൻട്രിയുമാണ് അവരെ മറ്റുള്ള കമ്പനിയിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന വലിയൊരു ഘടകം. തീർച്ചയായും ടീം ലീസിനെ നിങ്ങൾ കൂടുതലായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഈ കമ്പനിയുടെ പ്ലാൻസിനെ കുറിച്ച് മനസ്സിലാക്കുക. നിങ്ങൾ ഈ കമ്പനിയുടെ ഏണിങ്സ് പ്രസൻറ്റേഷൻ നിങ്ങൾ പോയി നിങ്ങൾ വർക്ക് ചെയ്യുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഈ കമ്പനിയുടെ എന്തെങ്കിലും ട്രാൻസ്ക്രിപ്റ്റ്സ്, ബേസിക്കലി അവരുടെ ഏണിങ്സിനെ കുറിച്ചുള്ള കോളോ ട്രാൻസ്ക്രിപ്റ്റ് ആണെങ്കിൽ കൂടുതലായിട്ട് പഠിക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ തീർച്ചയായും അതിൻ്റെ പ്രയോജനം കിട്ടാനുള്ള സാധ്യത എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെ ടീം ലീസ് ഫ്ലെക്സി സ്റ്റാഫിങ്ങിൽ ഏറ്റവും കൂടുതൽ ലീഡ് ചെയ്യുന്നൊരു കമ്പനിയാണെന്നുള്ള കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ. ബസിംഗ് സ്റ്റോക്സ് എന്ന് പറയുന്നത് ഇൻഫീബിയമാണ്, HPL പവറാണ്, അഡാനി പവറാണ്, നാഷണൽ അലൂമിനിയമാണ്. കുറച്ച് ക്രിട്ടിക്കലായിട്ടുള്ള കുറച്ച് ഫിനാൻഷ്യൽ ഇൻപുട്സ് ഉണ്ട്. യൂറോ സോണിലെ ഇൻഫ്ലേഷൻ താഴാൻ തുടങ്ങി എന്നുള്ള വലിയൊരു പ്ലസ് പോയിൻ്റാണ്, വലിയൊരു ഗുഡ് ന്യൂസാണ് വേൾഡിനെ സംബന്ധിച്ച്. അസ്റ്റർ DM ഹെൽത്ത് അവർ കംപ്ലീറ്റ് സെപ്പറേഷൻ ഓഫ് ഇന്ത്യ ആൻഡ് ഗൾഫ് കൺട്രി അവർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. സോണ BMW എന്ന് പറയുന്ന കമ്പനിക്ക് സർട്ടിഫിക്കേഷൻ ഫോർ സെക്കൻഡ് ഹബ് വീൽ മോട്ടോർ ഫോർ വെഹിക്കിൾസ് കിട്ടിക്കഴിഞ്ഞു. നാൽക്കോ അവർക്ക് പ്രൊഡക്ഷൻ റെക്കോർഡ് പ്രൊഡക്ഷനാണ് ഫിനാൻഷ്യൽ 24 കാഴ്ചവെച്ചത്. അലുമിനിയം പ്രൊഡക്ഷൻ 4.70 lakhs മെട്രിക് ടൺ ആണ് കാഴ്ചവെച്ചത്. അതുപോലെ തന്നെ യെസ് ബാങ്ക് അവരുടെ അഡ്വാൻസസിലും അവരുടെ ഡെപ്പോസിറ്റ്സിലും കഴിഞ്ഞ കൊല്ലമായിട്ട് നോക്കാൻ നേരത്തെ ഹ്യൂജ് പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് വലിയൊരു പ്ലസ് പോയിൻ്റായിട്ട് എടുക്കാൻ നമുക്ക് സാധിക്കും.